അതാണ് രാഷ്ട്രീയ കളി. ഇത് രാഷ്ട്രീയ കളിയല്ല, ഇത് രാഷ്ട്രീയ കളിയല്ല. അത് എന്തിനെ ഒഴിവാക്കി പറയും? എന്ത് നിയമം? അത് ആരും ഒഴിവാക്കി? ആ സർക്കാർ ഒഴിവാക്കി. പാവപ്പെട്ടവരും പിച്ചച്ചട്ടിലും കൈയിട്ട് മാന്തി. അങ്ങാടിപുരം പഞ്ചായത്തില് എത്ര സമരങ്ങൾ നമ്മൾ നടത്തിയത്? നടത്തിയത് ഇവരൊക്കെ വാർഡിക്ക് ഫണ്ട് വെച്ചിട്ട് സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടി സമരം നടത്തിയത്. ഇവരെ സമയത്ത് എവിടെയിരുന്നു? ഓവർസീർമാരില്ലാത്ത സമയത്ത് ഇവിടെ എവിടെയിരുന്നു? സംസ്ഥാന ഭരണല്ലേ? കഴിഞ്ഞ വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വാർഡിൽ വർക്ക് വന്നില്ല. കാരണം എന്താ കാരണം? നിങ്ങൾ ചില വാർഡുകൾ മാത്രം കേന്ദ്രീകരിച്ചു. ഒരു ക്രമമില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഇതാണ്, ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മെമ്പർമാർ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ്. അത് നിങ്ങൾ വിവേചനം കാട്ടി നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഉണ്ട്, വിവേചനം ഉണ്ട്. എന്തുകൊണ്ടാണ് ആ വർക്കുകൾ അങ്ങനെ വരുന്നത്? TS കിട്ടണമെങ്കിൽ ഞാൻ പറയട്ടെ, TS കിട്ടണമെങ്കിൽ വേണ്ട. എല്ലാ വാർഡിലും ഓരോ മുറിക്കും. 11ാം വാർഡിൽ 2 11ാം വാർഡിൽ ഈ ലിസ്റ്റിൽ 2 ഉണ്ട്. 2 വർക്ക് 11ാം വാർഡിലുണ്ട്. എല്ലാ വാർഡിലും ഓരോ മുറിക്കും. ഇവിടെ ഈ നമ്മുടെ കഴിഞ്ഞ ബോർഡിൽ തീരുമാനിച്ചാണ്, ഇവിടെ കഴിഞ്ഞ വർഷം വാർഷിക പദ്ധതിയിൽ ചില വാർഡുകളിലെ വർക്കുകൾ മാത്രം പൂർത്തിയായി, മറ്റു വാർഡുകളിലെ വർക്ക് തൊട്ടിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയാം, ഞാൻ പറഞ്ഞിട്ട് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞു. ഇലക്ഷന്റെ സമയത്തല്ല, ഇത് യാഥാർത്ഥ്യല്ലേ? കഴിഞ്ഞ ബോർഡ് യോഗത്തിൽ നമ്മൾ പറഞ്ഞതാണ്. കഴിഞ്ഞ ബോർഡ് യോഗത്തിൽ നമ്മൾ പറഞ്ഞു, ഇപ്രാവശ്യം ടെൻഡർ ചെയ്യുമ്പോൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാ വാർഡിലും ഓരോ വർക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ വാർഡിലും വന്നിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷം ഏഴി തന്നെ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും അറിയില്ല. ഇവിടെ ഈ പഞ്ചായത്തിൽ കുറച്ച് ആൾക്കാർ ഏഴിന് പിന്നാലെ നടന്ന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അവരുടെ വാർഡിലെ വർക്കൊക്കെ വേഗം DS വാങ്ങുക, ടെൻഡർ ചെയ്യുക, വർക്ക് ചെയ്യുക എന്ന് പറയാം. അങ്ങനെയാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ പറയല്ല, ഉറപ്പാണ്. കഴിഞ്ഞ വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വാർഡിൽ വർക്ക് വന്നില്ല. കാരണം എന്താ കാരണം? നിങ്ങൾ ചില വാർഡുകൾ മാത്രം കേന്ദ്രീകരിച്ചു. ഒരു ക്രമമില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഇതാണ്, ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മെമ്പർമാർ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ്. അത് നിങ്ങൾ വിവേചനം കാട്ടി നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഉണ്ട്, വിവേചനം ഉണ്ട്. എന്തുകൊണ്ടാണ് ആ വർക്കുകൾ അങ്ങനെ വരുന്നത്? വിവേചനം ഉണ്ട്, ഉറപ്പല്ലേ? വിവേചനം ഇല്ല ആരാ പറയുന്നത്? എങ്ങനെ ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ വിവേചനത്തിന്റെ ഒരു നാളെ ബോർഡുണ്ടല്ലോ, അപ്പൊ ഇന്ന് ഇത്ര പെട്ടെന്ന് വളരെ അർജന്റാക്കി ചില വാർഡുകളിലെ വർക്കുകൾ മാത്രം ആയിക്കോട്ടെ. TS കിട്ടുന്നത് എന്തുകൊണ്ടാണ്? എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ വർക്ക്. പക്ഷേ ഇതിനു മുൻപും നമ്മൾ ടെൻഡർ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആയിക്കോട്ടെ, കൂടിക്കോട്ടെ. നാം കൂടുതൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അജണ്ട തരുന്നില്ല? സെക്രട്ടറി പറയട്ടെ. വൈകുന്നേരം ഈ പഞ്ചായത്തിന്റെ പരിരക്ഷാ ഗ്രൂപ്പില് ഉമ്മർ അഖിൽ മാഷിന്റെ ഒരു ഇത് വരികയാണ്. വെള്ളിയാഴ്ച പിന്നെ പരിരക്ഷന്റെ യോഗം 5 മണിക്ക് ചേരും. നമ്മൾ 5 മണിക്ക് ആക്കാൻ കാരണം എന്താ അറിയോ? 3 മണിക്ക് പഞ്ചായത്ത് ബോർഡ് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. പഞ്ചായത്ത് ഞങ്ങൾക്ക് അറിയിപ്പെട്ടിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലല്ലോ. പഞ്ചായത്ത് മെമ്പർമാരെ അറിഞ്ഞിട്ടല്ലേ പുറത്തുള്ള ആളുകൾ അറിയണ്ടേ? എന്നിട്ട് ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് അന്വേഷിച്ചു, പഞ്ചായത്ത് ബോർഡ് ഉണ്ടോ? പഞ്ചായത്ത് ബോർഡ് സാധാരണ യോഗം ചേരണമെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം യോഗം ചേരുന്ന തീയതിയും നോട്ടീസ് തീയതിയും ഒഴിച്ച് 3 ക്ലിയർ ഡേയ്സ് ഉണ്ടാവണം. ഇന്നലെയല്ലേ സെക്രട്ടറി പറഞ്ഞത് ബോർഡ് മീറ്റിംഗ് ഉണ്ടെന്ന്? ബോർഡ് മീറ്റിംഗ് നാളെയല്ലേ? 3 ദിവസം ഉണ്ടോ? ഇന്ന് ഈ യോഗം ഇന്നലെ ഗ്രൂപ്പിലിട്ടു. എപ്പോൾ? 11 മണിക്ക്. നാളെ ബോർഡ് മീറ്റിംഗ്, അടിയന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്, അല്ല മീറ്റിംഗ് ഉണ്ട്. അതിൽ അജണ്ട ടെൻഡർ അംഗീകരിക്കൽ. എന്ത് ടെൻഡർ? ഈ ഞങ്ങൾക്കിത് പഠിച്ചു വരില്ലേ? ഞങ്ങൾക്കിത് പഠിച്ചു വരണമെങ്കിൽ തന്നെ അവസാനം വരെ രാത്രി 7 വിളിച്ചിട്ട് ഏതൊക്കെ വാർഡുകളെ ഞാൻ പ്ലാൻ ക്ലർക്കിനോട് ചോദിച്ചു, ടെൻഡർ ചെയ്യുന്ന വർക്കുകൾ ഏതൊക്കെയാണ്, ടെൻഡർ ഏതൊക്കെയാണ്. അപ്പോൾ അവർക്ക് അറിയില്ല. എന്നിട്ട് പ്ലാൻ ക്ലർക്ക് പിന്നെ AEയോട് സംസാരിച്ച് AE രാത്രി ഈ 5-6 വർക്കുകളുടെ ലിസ്റ്റ് ഇട്ടുന്നത്. ഇതൊന്ന് ചർച്ച ചെയ്ത് പോകണ്ടേ? നിങ്ങളുടെ വാർഡിൽ മാത്രം മതിയോ? എന്നിട്ട് ഇനി അടുത്ത ദിവസം വരുമ്പോൾ അടുത്ത TS കിട്ടിയത്. ഈ TS കിട്ടിയത് എന്ന് പറയാൻ കാരണം TS കിട്ടണമെങ്കിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ വിവേചനം ഇല്ലാതെ പോകാൻ കഴിയണം. അത് എല്ലാ വാർഡിലും പോകണം. ഉണ്ട്, വിവേചനം ഉണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടാത്ത വിവേചനം ഉണ്ട്. 100%
വാർഡാണ്. ആദ്യം ടെൻഡർ കഴിഞ്ഞത് 4-ാം വാർഡും 10-ാം വാർഡും. അങ്ങനെ വിവേചനം കാണിച്ചിട്ടുണ്ടെങ്കിൽ 10-ാം വാർഡും 4-ാം വാർഡും കഴിഞ്ഞ വർഷം ആദ്യം ടെൻഡർ കഴിഞ്ഞ വർഷത്തല്ല ഈ വർഷത്തെ കാര്യം ഈ വർഷം തന്നെ ആദ്യം ടെൻഡർ കഴിഞ്ഞ 4-ാം വാർഡും 10-ാം വാർഡും വെറുതെ സാങ്കേതിക 10-ാം വാർഡും 4-ാം വാർഡും അതിങ്ങനെ വെറുതെ പറയാണ്. ഈ ഇത്തരത്തിലുള്ള വെറുതെ പറയും. ഞങ്ങൾ പറയുന്നത് ഈ 5 വർക്ക് ഈ 6 വർക്കിന്റെ കാര്യത്തിൽ ഇത് പറയുകയാണ്. നാളെ സാധാരണ യോഗം ഉണ്ടെങ്കിൽ ആദ്യം മര്യാദക്ക് എന്താ ചെയ്യുക, ആ മീറ്റിങ്ങിലുള്ള നോട്ടീസ് തന്നെ വേണ്ടേ? അത് തന്നാലല്ലേ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഏതാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ. അല്ലാതെ ഇവിടെ നിങ്ങൾ പറഞ്ഞ് പാസ്സാക്കാനായിട്ട് ഞങ്ങൾ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇത് ടെൻഡർ പാസ്സാക്കണം പോകണു, നാളെ കുറച്ച് DS കിട്ടിയത് ടെൻഡർ ചെയ്യണു, അത് വീണ്ടും വരുന്നു. അപ്പൊ ഏതൊക്കെ ആ TS കിട്ടണമെങ്കിൽ ഞാൻ പറയട്ടെ, TS കിട്ടണമെങ്കിൽ വേണ്ട എല്ലാ വാർഡിലും ഓരോ മുറിക്കും. 11-ാം വാർഡിൽ 2-എണ്ണല്ലേ? 11-ാം വാർഡിൽ ഈ ലിസ്റ്റിൽ 2 ഉണ്ട്. 2 വർക്ക് 11-ാം വാർഡിലുണ്ട്. എല്ലാ വാർഡിലും ഓരോ മുറിക്കും. ഒരു വാർഡിൽ അടുത്ത മത്സരം വരെയാണ്. അപ്പൊ ടെൻഡർ കഴിഞ്ഞൊന്ന് ഉറപ്പുവരുത്തണം. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എന്നല്ല 11-ാം വാർഡിൽ 2 എല്ലാ വാർഡിലും ഓരോന്നുണ്ടോ? അത് പറയും. എന്ത് ശരിക്കും ഒരു ശരിയില്ലേ? എങ്ങനെ അയക്കാതിരിക്കും? ഇവിടുന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം, ഷാഫി എന്ത് ഷാഫി എന്ത് ഞങ്ങൾക്ക് ഉറപ്പ് തരണം. അടുത്ത TS വാങ്ങി അടുത്ത ടെൻഡർ ബോർഡിൽ അടുത്ത ടെൻഡർ വരുമ്പോ ഈ പറഞ്ഞ 6 വർക്കുകളല്ലാതെ എല്ലാ വാർഡിലും ഓരോ വർക്ക് ഉണ്ടാവുന്ന ഉറപ്പ് തന്ന ഈ യോഗം സാധുവാണ്. അല്ലെങ്കിൽ ഈ യോഗം തന്നെ ഇൻവാലിഡാണ്. ഈ യോഗം അസാധുവാണ്. ഞങ്ങൾ ആരും ഒപ്പിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞേക്ക് ബഷീർ പരീക്ഷ എഴുതിയാലല്ലേ പാസ്സാവില്ലെന്നറിയുള്ളൂ. എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എസ്റ്റിമേറ്റ് ആക്കി TS കൊടുത്താൽ TS കിട്ടട്ടെ. ഒരു നീതിപൂർവ്വമായിട്ട് വരട്ടെ. നിങ്ങൾ വാദിക്കണ്ട, ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടതൊക്കെ പിന്നെന്താ. അതുകൊണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ വരട്ടെ. പറയട്ടെ എന്തുകൊണ്ടാണ് 11-ാം വാർഡിൽ 2 വർക്ക് വന്നത്? 11-ാം വാർഡ് ഞാൻ പറയട്ടെ, 11-ാം വാർഡ് കിടക്കുന്നത് പാറയമ്പിലാണ്. 11-ാം വാർഡ് കിടക്കുന്നത് പാറയമ്പിലാണ്. ഈ 15-ാം വാർഡ് 14-ാം വാർഡ് തൊട്ട വാർഡുകളിലെ ഇവിടെ ഓരോ വർക്കിൽ എടുക്കാൻ പറ്റുമോ? ഞങ്ങളെ കൂടെ ദിവസം വരുന്നില്ലേ? ഞങ്ങളെ കൂട്ടി പോയിട്ട് ഒരു വർക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ട് TS ആക്കാൻ എന്താ എല്ലാ പ്രാവശ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. എല്ലാ മെമ്പർമാർക്കും അവനാന്റെ വാർഡിൽ ഒരു വർക്കേലും ടെൻഡർ കഴിഞ്ഞൊന്നും പുറത്തുവെക്കാൻ വരും. നിങ്ങൾ മാത്രം പോരാ, ഇവിടെ എല്ലാവർക്കും വേണം. അതുകൊണ്ട് വരട്ടെ. ഇല്ല, അടുത്ത ബോർഡിൽ ഇതന്നെ വരും. ഏത് ഈ 11-ലും ഈ പറഞ്ഞ വാർഡുകളിലൊക്കെ തന്നെ വർക്കുകൾ വരും. അപ്പൊ നിങ്ങൾ അങ്ങനെയല്ല, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? വരട്ടെ. എല്ലാ വാർഡിൽ നിന്നും ഓരോ വർക്ക് എടുക്കട്ടെ. അത് TS-ന് അയക്കട്ടെ, എസ്റ്റിമേറ്റ് എടുത്തിട്ട് വരട്ടെ. അങ്ങനെ വരട്ടെ. എസ്റ്റിമേറ്റ് എടുക്കാതെ പിന്നെ എങ്ങനെ നിങ്ങൾ വർക്ക് ഇപ്പൊ ബാധ്യമായിട്ട് വന്നത്? കുറെ മുന്നേ എങ്ങനെ കുറെ മുന്നേ അങ്ങനെ അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ എല്ലാവരും വരട്ടെ. കഴിഞ്ഞ വർഷത്തെ എല്ലാവരും വരട്ടെ. നടന്നാണെങ്കിൽ ബാക്കി എല്ലാവരും വരട്ടെ. എന്താണ് TS കിട്ടിയിട്ട് 7 ടെൻഡർ ആയിട്ടാണെങ്കിൽ അത് നോക്കാം. അവിടെ ഓൺലൈനിലുള്ള TS കിട്ടട്ടെ. ഓൺലൈനാണ് TS തരുന്നത്. TS കിട്ടിയിട്ട് ഇവിടെ ടെൻഡർ ഇല്ലാതെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങളിത് പാസ്സായിക്കോ, നിങ്ങൾക്ക് ഭൂരിപക്ഷ പ്രകാരം പാസ്സായിക്കോ. പക്ഷേ യോഗം തന്നെ ഇൻവാലിഡാണ്. ഞങ്ങൾ ഇപ്പൊ പരാതി കൊടുക്കും. ഈ യോഗം പിന്നെ അടിയന്തര യോഗത്തിന് ഒരു ദിവസം മുന്നേ നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ നിയമപ്രകാരം പോകണമെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ, ഒരു തടസ്സമില്ല. അല്ല വന്ന് ഞങ്ങളിപ്പോൾ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിന് യാതൊരു തടസ്സമൊന്നും വരുന്നിട്ടില്ല, എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വന്ന് ഈ ബോർഡിൽ ഞങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അടുത്ത ടെൻഡറിന് വരുമ്പോൾ എല്ലാ വാർഡിലെയും ഓരോ വർക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നാൽ ഈ കാര്യങ്ങൾ സ്മൂത്തായി പോകണം. ഞങ്ങൾക്ക് തടസ്സമില്ല. ഈ മറ്റു വാർഡുകളിൽ വികസനം വരുന്നതിനോ ഭരണപക്ഷ വാർഡുകൾ വരുന്നതിനോ ഞങ്ങളെതിരില്ല. പക്ഷെ ഞങ്ങളും ഇവിടുത്തെ മെമ്പർമാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ അങ്ങനെ ഒന്നിച്ചാൽ ഗോളടിച്ച് പോകാമെന്ന് വിചാരിക്കണ്ട. കയ്യിലുള്ള ലിസ്റ്റ് ഉദാഹരണം 2 വാർഡ് 11-ാം വാർഡാണ്. 6 വാർഡും അപ്പൊ അതുകൊണ്ട്
ഞങ്ങളെന്നും വരുന്നുണ്ട്. ഞങ്ങൾ വരുന്നില്ല. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇരുപത്തിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ പ്രസിഡന്റാന്നുള്ള എനിക്ക് നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിപ്പോ പോലെ പ്രതിപക്ഷ മെമ്പർമാരൊന്നും ചെയ്യുന്നില്ല. ഇത് ചെയ്തത് ഒരു രാഷ്ട്രീയപരമായിട്ടോ ഒരാളെ മറ്റേ പ്രത്യേകം പരിഗണിച്ചിട്ടോ ചെയ്തതല്ല. കാരണം റംലാത്ത് പോയി അല്ല ആ മെമ്പറെ ഇപ്പൊ LDF ഇല്ലാന്ന് പറഞ്ഞത്. പക്ഷെ ഉണ്ടോ ഇല്ലേ നോക്കിയിട്ടല്ല അതൊന്നും നമ്മൾ കൊടുത്തിരുന്നത്. നമ്മൾ ഓരോ മെമ്പർമാര് പരിഗണിച്ചിരുന്നത് കൊടുത്തിരുന്നത്. പിന്നെ ഇതിനെന്താ ഒന്നാമത് വേറെ വിഷയം അല്ല ഇതേ ഇതിന്റെ വിഷയം എന്താ അറിയും, ഇത്രയും സൗണ്ട് ഉണ്ടാക്കി സംസാരിക്കുന്ന ആളുകൾ ഇവിടെ ഉദ്യോഗസ്ഥരുടെ സമയത്ത് ഇവിടെ ഓവർസിയർമാർ ഇന്നും ഓവർസിയറില്ല. ആ സമയത്ത് ഇവരൊക്കെ എവിടെയിരുന്നു? എത്ര സമരങ്ങൾ നമ്മൾ നടത്തി? അങ്ങാടിപുരം പഞ്ചായത്തില് എത്ര സമരങ്ങൾ നമ്മൾ നടത്തി? എന്ത് സമരം നടത്തിയത്? ഇവരൊക്കെ വാർഡിക്ക് ഫണ്ട് വെച്ചിട്ട് സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടി സമരം നടത്തിയത്. ഇവരെ സമയത്ത് എവിടെയിരുന്നു? ഓവർസിയർമാരില്ലാത്ത സമയത്ത് ഇവിടെ എവിടെയിരുന്നു? ഇവരെ ഭരണല്ലേ, സംസ്ഥാന ഭരണല്ലേ, ഇടപെട്ടുള്ളതില്ലേ നമ്മൾ താൽക്കാലികമായിട്ടോ അവിടുന്ന് ആളെ പെറുക്കിയിട്ട് ഇവിടെ അങ്ങാടി പഞ്ചായത്ത് ജനങ്ങളെ വിചാരിച്ചിട്ടാണ് അത്ര റിസ്ക് എടുത്ത് ചെയ്തത്. ഇവിടുന്ന് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് കൊടുക്കുന്ന അവസ്ഥ വന്നിട്ട്. കാരണം എന്താ അറിയോ, ഉദ്യോഗസ്ഥന്മാരില്ല ഇവിടെ. അങ്ങാടിപുരം പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരില്ലാത്ത വിഷയം കൊണ്ട് കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് നമ്മൾ എന്തിനാണ് ഈ ജനങ്ങളെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഭരണസമിതിയാണ് വിളിക്കേണ്ടത്. ഈ സമയത്ത് ഒച്ചയുമായിട്ട് കാര്യമില്ല. ഒച്ചമുണ്ടാണ് സമയം കഴിഞ്ഞു. അവസാനം ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ട് ഇവിടെ ഒരു സമയം ഒരു കാര്യമില്ല. കാരണം എന്താ അറിയോ, ഇലക്ഷൻ ആളെ പറയുന്ന ഇലക്ഷനാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷം ഉണ്ടായിട്ട് കാര്യമില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്തപ്പെടെ പ്രതിപക്ഷം ഉണ്ടായിട്ട് കാര്യമില്ല. അത് ഉണ്ടായിട്ട് സമയം ഉണ്ടായിരുന്നു. 4 കൊല്ലം ഇവിടെ കഴിഞ്ഞു പോയി. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ വിളിച്ചല്ലോ, നിങ്ങളെ ഓര് ഞങ്ങളെ കൂടെ നമ്മൾ പറഞ്ഞേ, നമ്മൾ പറഞ്ഞില്ല നിങ്ങളെ ഓര് ഞങ്ങളെ കൂടെ ഇവരെവിടെയിരുന്നു ആ സമയത്ത്? അതൊന്നും നടക്കൂല. കാരണം അറിയോ, ഈ സമയത്ത് അധ്യക്ഷനെ കുറ്റപ്പെടുത്തിയിട്ടില്ല പരിപാടി നടക്കൂല. അതൊന്നും നടക്കൂല. ഇവിടെ ആളുകളെ കാണിക്കാൻ ബോധ്യപ്പെടുത്താനല്ല ഇവിടെ ഭരണസമിതിയുള്ളത്. ഏതൊരു സ്കൂളിലും അവസരം ഇപ്പൊ ഭരണത്തിന് മോശമല്ല. ഇപ്പത്തെ ഭരണം യാതൊരു മോശമല്ല. ജനങ്ങൾ ഒരു സംശയമില്ല. ഓരോ വാർഡ് പരിശോധിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണമില്ല, കഴിഞ്ഞ ഭരണസമിതിമാർ ഒരു കാര്യം പറയട്ടെ, ഈ റോഡോട് നിൽക്കട്ടെ. ഇന്റെ വാർഡിൽ 218B എന്ന് പറഞ്ഞ നമ്പർ ഇട്ടിട്ട് ഇന്നടക്കം ഒരാൾ വന്നു. 2018 ലൈഫിൽ ഇവരെ നമ്പർ ഇട്ട് കൊടുത്തതാ. ആള് വീടില്ല ഇവിടെ. അങ്ങാടി പഞ്ചായത്ത് വീടില്ല. പറ്റിച്ചിക്കാണ്. ഒരു തകരത്തിന് നമ്പർ പ്ലേറ്റ് കൊടുത്ത് ഒട്ടിക്കാണ്. 218B പരിശോധിക്കണം, പഠിക്കണം. അത് ചെയ്യട്ടെ. വലിയ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ ഇട്ട് അയാളെ കയ്യിൽ ഒരു കഴിക്കട്ടെ. എത്ര സംഭവം അങ്ങനെ ഇതൊന്നും ഇനിയിപ്പോ കൂടുതൽ ഈ സമയത്ത് എന്താ പറയുന്നത്? 4 വർഷം കഴിഞ്ഞു. 4 വർഷം ഈ സമയത്ത് ഈ യോഗത്തിൽ താങ്കൾ പറയുന്നു സാറേ വിളിച്ചോ ഈ പഞ്ചായത്ത് പറയട്ടെ മറുപടി ഭരണപക്ഷാണോ പ്രതിപക്ഷ വാർഡാണോ ഇതുവരെ നോക്കിയിട്ടുണ്ട്. പക്ഷെ നോക്കിയിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാർ ഈ ഭരണം വന്നപ്പോൾ 9 വർഷമായി. ഈ 9 വർഷമായിട്ടാണ് ഈ കുടിശ്ശിക എടുത്ത് ഒഴിവാക്കിയത്. കാരണം ഇതുപോലെ ആളുകൾ പെൻഷൻ അപേക്ഷ തന്നു കഴിഞ്ഞാൽ 6, 7, 8 മാസം കഴിഞ്ഞ് കൊടുത്തിരുന്ന കാലം ഉണ്ടായിരുന്നു. പരിശോധിക്കുക ആ കുടിശ്ശിക സഹിതം. അതായത് നമ്മൾ 1 മാസം മാത്രം പരിഗണിച്ച് ബാക്കിയുള്ള 8 മാസം പരിഗണിച്ചാൽ 8 മാസം നമ്മൾ കൊടുത്തിരുന്നു. അത് ഏത് സർക്കാർ എടുത്ത് ഒഴിവാക്കിയത്? ഈ CPM സർക്കാർ. ഈ സർക്കാർ വന്നെടുത്ത് ഒഴിവാക്കിയത്. അത് നിങ്ങൾ പറയേ, അത് എന്തിനാ ഒഴിവാക്കി പറയേ? എന്ത് നിയമം? അത് ആരും ഒഴിവാക്കി? ആ സർക്കാർ ഒഴിവാക്കിയത് പാവപ്പെട്ടവരും പിച്ചച്ചട്ടിലും കൈയിട്ട് മാന്തി അതന്നെ ചെയ്തത്. അല്ല, നിങ്ങളൊന്നും ചെയ്തില്ല. ഈ കുടിശ്ശിക എടുത്ത് ഒഴിവാക്കിയോണ്ടാണ് ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടാത്തത്.
ഇപ്പൊ എന്താണ് നിങ്ങൾ കാട്ടുന്നത്? ഇപ്പൊ എന്താ കാട്ടുന്നത് നിങ്ങൾ? ഇപ്പൊ നിങ്ങൾ സർക്കുലർ കൊടുക്കും. എന്താണ് സർക്കുലർ? എന്താ സർക്കുലർ? പെൻഷൻ പരിശോധിച്ച് കൊടുക്കുന്നവരുടെ ഉദ്യോഗസ്ഥരുടെ നേരത്തെ തലേ കയറാൻ വേണ്ടി കൊടുക്കുന്നു നിങ്ങൾ സർക്കുലർ. ഒരുപാട് സർക്കുലർ കൊടുക്കുന്നു. ഒരാഴ്ച കൊണ്ട് മനസ്സിലാക്കണം. അഞ്ചാമത്തെ വർഷമാണ് ഞങ്ങളുടെ പാഠസമിതി. അഞ്ചാമത്തെ വർഷമാണ് ഞങ്ങളുടെ സമിതി വരുന്നത്. അഞ്ചാമത്തെ വർഷം വെറും അടുത്ത മാസം 30-ാം തീയതി പെരുമാറ്റച്ചട്ടം വരും. വെറും വളരെ കുറച്ച് ദിവസം കൊണ്ട് പെരുമാറ്റച്ചട്ടം വരാൻ പോവാണ്. അതിന്റെ മുന്നോടിയായിട്ട് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് നിങ്ങൾ പരിശോധിക്കണം. ഈ ടെൻഡർ ഞാൻ ഒറ്റ ചോദ്യം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഭാഷ ചോദിക്കുന്നത് ഒറ്റ ചോദ്യം. നിങ്ങൾ ഈ ടെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നിവിടെ സമരത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. ഇതിൽ 6 ടെൻഡറാണ് വിളിച്ചുള്ളത് TS കിട്ടിയത്. ഈ 6 നിങ്ങൾ പറഞ്ഞു. ഇതിൽ ഞങ്ങൾ പറഞ്ഞു 4-2 രണ്ടെണ്ണം നിങ്ങളവിടെ ഫുള്ള് UDF എന്നാ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അറിയും 4-2 ആണ്. ആ 2 LDF 2 UDF ആണ്. അതിൽ നിങ്ങൾ പറയുന്നു 20-ാം വാർഡ് LDF-ന്റെ വാർഡല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ സമ്മതിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളെ UDF-ൽ അപ്പൊ ഞങ്ങൾ LDF-ന്റെ ബാഗ് വെച്ച് വന്നതാണ്. പക്ഷെ ഞാൻ രാഷ്ട്രത്തിലില്ല, ഞാൻ സജീവ രാഷ്ട്രത്തിൽ നിന്ന് മാറി നിന്നിട്ട് ഞങ്ങളിതിന്റെ കണക്ക് ഒരുപാട് കണക്കുകൾ ഞങ്ങൾക്കുണ്ട്. വ്യക്തമായിട്ട് എന്തിനു പറഞ്ഞു? ഞാൻ പറഞ്ഞു മാഷെ ഇത് 5ാമത്തെ വർഷമാണ്. മാഷെ ഒരു പഞ്ചായത്തിന് മാഷെ ഒരൊറ്റ ചോദ്യം. ഒരു പഞ്ചായത്ത് കുളം കുഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്തുനിന്ന് ഒരു ടീം പഞ്ചായത്തുകൾ സ്ഥലം അനുവദിച്ചു തരുമ്പോൾ അത് ആരാണ് മാഷെ സ്വീകരിക്കേണ്ടത്? ആരാണ് മാഷെ ഭരണസമിതിയിൽ വാങ്ങേണ്ടത്? ആരാ വാങ്ങേണ്ടത് മാഷെ? പഞ്ചായത്തുക്ക് ഒരു കുളത്തിന് വേണ്ടി സ്ഥലം അനുവദിച്ചു തരുമ്പോൾ ആരാണ് മാഷെ സ്ഥലം വാങ്ങേണ്ടത്? അതാണ് രാഷ്ട്രീയ കളി. ഇത് രാഷ്ട്രീയ കളിയല്ല. ഇത് രാഷ്ട്രീയ കളിയല്ല. ടെൻഡർ ചെയ്തതല്ലേ ഇന്നലെ കുറെ മെമ്പർമാരെ വിളിച്ച് ചോദിച്ചാൽ ഏതൊക്കെ വാർഡുകളുണ്ട്. അപ്പോഴേ ഞാൻ നോക്കിയിട്ടുള്ളൂ ഏതൊക്കെ വാർഡുകൾ. അത് നോക്കിയിട്ട് ഞാൻ അതിൽ തന്നെ എഴുതിയിട്ട് ഞാൻ മെമ്പർമാർക്ക് ചോദിച്ചവർക്കൊക്കെ ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു. അത് ചെയ്യാനായിട്ട് പറയണ്ട. നിങ്ങളിവിടുന്ന് ആരെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ കൊണ്ടുപോകണം എന്താണെന്നൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഞാനിവിടെ എല്ലാ ദിവസവും വരുന്ന ആളാണ്. അതുപോലെ തന്നെ പല മെമ്പർമാരും എന്നിട്ട് ഒന്നും മിണ്ടാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത ആൾക്കാരെ വളർന്നൊന്നും വരുന്നില്ല. TS ആയാലും പിന്നെ ടെൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സാങ്കേതികമായ വർത്താനം മാത്രമാണ്. അത് പറ്റില്ല. എല്ലാ വാർഡിലും അതെ അതിന് താല്പര്യം ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ ആരെയും നിങ്ങളില്ല. അങ്ങനെ നിഷ്കളങ്കാവണ്ട. ഞങ്ങളിനി അങ്ങനെ നിഷ്കളങ്ക കഴിഞ്ഞ തവണ ഈ സുനിൽ സാറ് പറഞ്ഞതാണ്. ഞാൻ ഒന്നും അറിയില്ല ഈ പഞ്ചായത്തിലേക്ക്. അവരിങ്ങനെ തരുന്ന ഞാൻ അങ്ങനെ കൊണ്ടുപോകണം. രാവിലെ ഇങ്ങനെ വന്ന് ചിലരിങ്ങനെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു. അതിങ്ങനെ അറിയാതെ TS-നയക്കുന്നു. അതിങ്ങനെ അറിയാതെ TS കിട്ടുന്നു. അതിങ്ങനെ കിട്ടിയാൽ അത് ടെൻഡർ ചെയ്യണു. ഒന്നും അറിയാത്ത മഹാഭാവങ്ങൾ. അത് വേണ്ട. എല്ലാ വാർഡിലും ഓരോന്നും ഇട്ടു. ഞങ്ങളെ ഇത്തരം ഞങ്ങൾക്ക് ഓരോ വാർഡിൽ ഓരോ വർക്ക് അങ്ങനെ ചെയ്യൂ. അതാ വേണ്ടേ. നിങ്ങളറിയാത്ത ആളല്ലേ. അപ്പം ഞങ്ങൾ തരാം. അറിയാത്തതിന് ചെയ്തു തരാം. എന്നിട്ട് അത് അങ്ങനെ ചെയ്യും. ഈ പഞ്ചായത്തിൽ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു പ്രതിപക്ഷത്തെ പറഞ്ഞു. പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു മെമ്പറെ ഇന്ന് ഏനും കുട്ടിക്കാണ്ട് പോയിട്ട് എസ്റ്റിമേറ്റ് എടുത്തോളൂ. വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്നഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 18 നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത 2-3 ബെഡ്റൂം ഭവന സമുച്ചയം. അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ. പെൻഡിം ഹാർമണി ഹൈറ്റ്സ് urban elegance elevated living. പെരിന്തൽമണ്ണ, മലപ്പുറം. പെൻഡിം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, കാലിക്കറ്റ്, ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ.